നമസ്കാരം, ഞാൻ സുചിത്ര. ഇന്നീ വായനാ കൂട്ടായ്മയിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ശ്രീ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ അപ്പുവിന്റെ ലോകം എന്ന നോവലിലെ അധ്യായം 1 രണ്ടാം ഭാഗമാണ്. 17, 18, 19, 20 എന്നീ പേജുകളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. മുത്തശ്ശിയുടെ സാരക്കുട്ടിയായിരുന്നു അപ്പു. അമ്മ പുളിവാറലെടുക്കുമ്പോൾ അപ്പു മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടും. അപ്പുവിന്റെ കുഞ്ഞിക്കാലിന്റെ വണ്ണയിൽ അടി വീഴാൻ മുത്തശ്ശി സമ്മതിക്കില്ല. തടിച്ചുരുണ്ട് വെളുത്ത സുന്ദരക്കുട്ടനായിരുന്നു അത്രേ അപ്പു തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ. 1-ാം പിറന്നാൾ വരുന്നതിന് മുമ്പേ തീക്കരപ്പൻ വന്നു. മേലാസകലം കുരുക്കൾ ചലം വെച്ച് വീർത്തുപൊട്ടിയ കുരുക്കൾ വ്രണങ്ങളായി. ഉണ്ണിവൈദ്യരുടെ ചികിത്സ: അകത്തേക്ക് കഷായം, മേലു തേച്ചു പിടിപ്പിക്കാൻ എണ്ണ, മരുന്നിട്ട് തിളപ്പിച്ച വെള്ളം ചെറുചൂടോടെ മേത്തൊഴിക്കണം. എന്നിട്ട് കുരുമുളകിന്റെ വള്ളി വാട്ടിയെടുത്ത് വ്രണങ്ങൾ ഉരച്ചു വൃത്തിയാക്കണം. അപ്പു വാവിട്ട് കരഞ്ഞാലും വേദന കൊണ്ട് പുളഞ്ഞാലും അമ്മ ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല. ഇങ്ങനെ വേണം ചെയ്യാനെന്ന് ഉണ്ണിവൈദ്യര് അമ്മയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടത്രേ. പേര് കേട്ട ബാലവൈദ്യനാണ് ഉണ്ണിവൈദ്യർ. കുരുമുളകിന്റെ വള്ളി കൊണ്ട് തേച്ചുരച്ചു കഴുകിയതൊന്നും അപ്പുവിന് ഓർമ്മയില്ല. എങ്ങനെ ഓർക്കാനാണ്? 1 വയസ്സല്ലേ പ്രായം. പറഞ്ഞു കേട്ടതാണ്. കണ്ടു നിൽക്കാൻ ശക്തിയില്ലാതെ അപ്പുവിനെ അമ്മയുടെ കയ്യിൽ നിന്നും ബലമായി പിടിച്ചു വാങ്ങി മുത്തശ്ശി അകത്തേക്ക് ഓടുമത്രേ. അമ്മയ്ക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? ആവില്ല. സൂക്കേട് മാറണ്ടേ? തീക്കരപ്പനാണ് കരപ്പന്റെ കൂട്ടത്തിൽ മൂത്ത സാധനം. 6 മാസം വേണ്ടിവന്നു കരപ്പൻ മാറിക്കിട്ടാനെന്നാണ് മുത്തശ്ശി പറയുന്നത്. പേടിക്കേണ്ട ദേവു, നിന്റെ മകന്റെ ബാലാരിഷ്ട തീർന്നൂന്ന് വിചാരിച്ചോളൂ. ഇനി ഈ കുട്ടിക്ക് ഒരസുഖവും വരില്ല. ഉണ്ണിവൈദ്യർ കൈയടിച്ചു പറഞ്ഞു. അപ്പുവിനെ ഓർമ്മ വെച്ച കാലത്ത് കറുത്ത പാടുകളുണ്ടായിരുന്നു കാൽവണ്ണയിൽ. വലുതായപ്പോൾ എല്ലാം മാഞ്ഞുപോയി. മേല് മുഴുവൻ വ്രണങ്ങൾ, ഉരച്ചു കഴുകിയതിന്റെ നീറ്റൽ. അപ്പു സദാസമയവും കരച്ചിലായിരുന്നു അത്രേ. മുത്തശ്ശിയാണ് അപ്പുവിനെ തോളത്തിട്ട് മുറ്റത്തും പറമ്പിലും കൊണ്ടു നടക്കുക. തന്നെ നടക്കാൻ വയ്യ മുത്തശ്ശിക്ക്. എന്നിട്ടാണ് കുട്ടി കരച്ചിൽ മാറ്റണ്ടേ? മരത്തിന്റെ കൊമ്പത്ത് ഓടി നടക്കുന്ന അണ്ണാനെയും പറന്നു നടക്കുന്ന പൂമ്പാറ്റകളെയും കാണുമ്പോൾ അപ്പു കരച്ചിൽ നിർത്തുമത്രേ. അപ്പുവിനെ എടുത്തു നടന്നിട്ടും അടുത്തു പിടിച്ചൂട്ടി കിടത്തിയിട്ടും മുത്തശ്ശിക്കും വന്നു കരപ്പൻ. വലിയവർക്ക് കരപ്പൻ വന്നാൽ അതത്ര സാരമാവില്ലത്രേ. ഇങ്ങനെ മുത്തശ്ശിയോട് ഒട്ടിക്കിടന്ന് അത് ശീലമായി അപ്പുവിന്. രോഗം മാറിയിട്ടും അപ്പുവിന് മുത്തശ്ശിയെ വിട്ടുപിരിയാൻ വയ്യെന്നായി. മാമു കഴിക്കണമെങ്കിൽ മുത്തശ്ശി വായിൽ കൊടുക്കണം. 4-ാം ക്ലാസ്സിലായിട്ടും മുത്തശ്ശി ഉണ്ണാനിരിക്കുമ്പോൾ അപ്പു അടുത്തു ചെന്നിരിക്കും. മുത്തശ്ശിയുടെ 1 ഉരുള വേണം അപ്പുവിന്. ശേഷി കുറഞ്ഞ കുട്ടിയായിരുന്നു അപ്പു. തീക്കരപ്പൻ വന്നതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ അശുവായതെന്ന് എല്ലാവരും പറഞ്ഞു. ഉണ്ണിവൈദ്യരും അങ്ങനെയാണത്രേ പറഞ്ഞത്. പ്രസരിപ്പ് കുറയും കുട്ടിക്ക്. പേടിക്കാനില്ല, അവൻ ബുദ്ധിയുള്ള കുട്ടിയാവും. ക്ലാസ്സിൽ ആരെങ്കിലും കൊമ്പ് കോർക്കാൻ വരികയാണെങ്കിൽ അപ്പു സ്ഥലം വിടും. തല്ലു മേടിച്ചു നാണം കെടുന്നതിനേക്കാൾ നല്ലതല്ലേ തല്ലുകൂടാൻ നിൽക്കാതെ നാണം കെടുന്നത്. പേടിച്ചു തൂറി. ആയിക്കോട്ടെ, നിനക്കെന്താ നഷ്ടം? ഉശിരുണ്ടെങ്കിൽ വാടാ. കളിക്കാൻ നിൽക്കണ്ടാട്ടോ, ഞാൻ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും. അത് കേൾക്കുമ്പോൾ എതിരാളി പടം ചുരുക്കുന്നു. അപ്പുവിനെ ഉപദ്രവിച്ചാൽ അവന്റെ ഏട്ടന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുമെന്ന് ചെക്കന്മാർക്ക് അസ്സലായിട്ട് അറിയാം. എവിടെയെങ്കിലും ചെന്നിരുന്ന് മനോരാജ്യം കാണാനാണ് അപ്പുവിന് താല്പര്യം. ഏട്ടനുണ്ടോ വിടുന്നു. എല്ലാ പോക്കിരിത്തരത്തിനും അപ്പുവിനെയും കൂടെ കൂട്ടും. ഏട്ടൻ വികൃതിയാണ്. വികൃതി എന്ന പേര് അപ്പുവിനും വാങ്ങിക്കൊടുക്കും. ഏട്ടനാണ് അമ്മയുടെ തലവേദന. ഇങ്ങനെയുണ്ട് ഒരു വികൃതി. അപ്പുവിന്റെ വികൃതി കൂടി ഏട്ടന് കൊടുത്തിട്ടുണ്ട് ദൈവം. മാവായ മാവിന്റെ തുഞ്ചത്ത് വലിഞ്ഞു കയറും. മാവിന്റെ ചുവട്ടിൽ അമ്മ പുളിവാറിലും കൊണ്ട് വന്നു നിൽക്കും. ഇറങ്ങി വാടാ. ഇപ്പച്ചാടി ഞാൻ. ഏട്ടൻ അമ്മയെ പേടിപ്പിക്കും. തോറ്റു മടങ്ങിപ്പോകേ അമ്മയ്ക്ക് രക്ഷയുള്ളൂ. അടുക്കളയോട് തൊട്ട് കലവറ മുറിയുണ്ട്. തൈര്, വെണ്ണ, നെയ്യ്, പലഹാരങ്ങൾ ഇതൊക്കെ കലവറയിലുള്ള പത്തായത്തിലാണ് അമ്മ സൂക്ഷിച്ചു വെക്കുന്നത്. കലവറ പൂട്ടി താക്കോല അമ്മ ഒളിപ്പിച്ചു വെക്കും. എവിടെയാണ് താക്കോൽ ഒളിപ്പിച്ചു വെക്കുന്നതെന്ന് ഏട്ടനറിയാം. അമ്മയില്ലാത്ത നേരങ്ങളിൽ ഏട്ടൻ കലവറമുറി തുറന്ന് അകത്തു കടക്കുന്നു. നെയ്യും വെണ്ണയും തൈരും ഏട്ടന് ഇഷ്ടമാണ്. നിഴല് പോലെ അപ്പുവും കൂടെയുണ്ട്, എല്ലാത്തിനും സാക്ഷി. കട്ടെടുക്കുന്നതിന്റെ ഓരോഹരി അപ്പുവിനുള്ളതാണ്. കുറേശ്ശിയെ എടുക്കൂ. വെണ്ണയുടെയും നെയ്യിന്റെയും തൈരിന്റെയും അളവ് വല്ലാതെ കുറഞ്ഞാൽ അമ്മ കണ്ടുപിടിക്കും. എന്നിട്ടും ചില ദിവസങ്ങളിൽ പെട്ടുപോകുന്നു. 2 പേരും പങ്കിട്ടു കഴിച്ചതാണ്. അപ്പോൾ 2 പേരും കുറ്റക്കാരാണ്. ശിക്ഷ 2 പേർക്കുമുണ്ട്. പുളിവാറലുകൊണ്ട് കാലിന്റെ വണ്ണയ്ക്ക്, അല്ലെങ്കിൽ തലയ്ക്ക് എണ്ണം പറഞ്ഞ കിഴുക്ക്, അതുമല്ലെങ്കിൽ ചെവി പിടിച്ചു തിരിച്ച് നരകം കാണിക്കൽ.
ഒരു നല്ല വാക്ക് അമ്മ മക്കളെപ്പറ്റി പറയില്ല. ശരിയാണ്, അമ്മയെക്കൊണ്ട് നല്ലത് പറയിക്കണമെന്ന് ഏട്ടനൊട്ട് നിർബന്ധവുമില്ല. ഓരോ തവണ അടി കിട്ടുമ്പോഴും അപ്പു വിചാരിക്കും, ഇനി ഞാൻ നല്ല കുട്ടിയാവും, ഒന്നിനും ഏട്ടന്റെ കൂടെ കൂടില്ല, ഏട്ടൻ വിളിച്ചാലും പോവില്ല. ഈ സത്യം ചെയ്യലൊക്കെ അടിയുടെ ചൂടാറുന്നതുവരെ മാത്രം. പിന്നെയും അപ്പു ഏട്ടന്റെ പിന്നാലെ നടക്കും. കുരുത്തക്കേടുകൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യും. ശ്രീകുട്ടനാ അമ്മേ അപ്പുവിനെയും ചീത്തയാക്കണത്. സാരല്ല, ആൺകുട്ടികളല്ലേ, വികൃതി ഉണ്ടാവും. വികൃതിയുള്ള കുട്ടികള് വലുതാവുമ്പോൾ നന്നാവും. അടി പോരാഞ്ഞിട്ടാ അമ്മേ. അപ്പുവിന്റെ അച്ഛൻ വന്നോട്ടെ, രണ്ടിനെയും പാഠം പഠിപ്പിക്കുന്നുണ്ട്. പോത്തിനെ തല്ലും പോലെ തല്ലിയാലൊന്നും അവര് നന്നാവില്ല ദേവോ. നല്ല വാക്ക് പറയാൻ ശീലിക്ക്. അടി കിട്ടുമ്പോ കുറുമ്പ് കൂടുകയുള്ളൂ. നിങ്ങളുടെ മക്കള്, നിങ്ങൾക്ക് തല്ലേ കൊല്ലേ ഒക്കെ ആവാലോ, എന്നാലും എന്റെ കണ്ണിൽ കാണണ്ട. നിനക്കറിയില്ലേ എങ്ങനെ കിരീത അപ്പൂനെ? അതിനെ ഇങ്ങനെ അടിക്കുക. നന്നാവാൻ വേണ്ടിയിട്ടല്ലേ അമ്മേ. അടിച്ചിട്ടാണോ നന്നാക്ക? എന്നാ നമ്മുടെ കള്ളൻ വാസു എന്നേ നന്നാവേണ്ടതല്ലേ. പോലീസുകാർ അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇഞ്ച ചതയ്ക്കും പോലല്ലേ ചതയ്ക്കണത്. അമ്മ ഒന്നും മിണ്ടിയില്ല. ഏട്ടനും അപ്പവും എല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടാവും. ഗുരുവായൂരപ്പൻ വിചാരിച്ചാലേ അമ്മയുടെ സ്വഭാവം മാറ്റാൻ പറ്റൂ. എന്നും സന്ധ്യയ്ക്ക് നാമം ജപിച്ചു കഴിഞ്ഞ് അപ്പു ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കും, അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ.